ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി അച്ചാറിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത് ഞാനിതാ അച്ചാറിടാൻ വേണ്ടിയിട്ട് ഒരു 2.5 കിലോ മാങ്ങ ഇട്ടത് 3 മാങ്ങയാണ് ആകെ 2.5 കിലോ മാങ്ങയാണ് ഇതിലുള്ളത്. അപ്പോൾ അത് അച്ചാറിടുന്നത് എങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അന്ന് വന്നിട്ടുള്ളത്. പിന്നെ അതിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിന് മുമ്പ് അച്ചാറിട്ടായിരുന്നു, അത് മുളക് പൊടിയിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇത് കാശ്മീരി മുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്കില്ലേ 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിട്ട് വെക്കട്ടെ. അപ്പോൾ നല്ല പാല് മിക്സിയിൽ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു 100-150 ഗ്രാം വരെ മുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് ഞാൻ നല്ല പാല് കഴുകിയിട്ട് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട്. 1 മണിക്കൂർ കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം പിന്നെ അതിന് വേണ്ടത് ഈത്തപ്പഴം, ഡേറ്റ്സ് ഇല്ലേ, നമ്മൾ സാധാരണ നോർമൽ ഈത്തപ്പഴം ഞാൻ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ മിക്സിയിൽ അരച്ചെടുക്കുന്നതാണ്. അപ്പം ഇത് മുളകും ഈത്തപ്പഴം നമ്മൾ കുതിർത്തിയിട്ട് വെക്കട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് മാങ്ങനെ ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കി എടുക്കാം. ഇന്ന് തന്നെ വാങ്ങിയ മാങ്ങ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മുറിക്കാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇന്ന് വാങ്ങിയിട്ട് നാളെ മാങ്ങ മുറിക്കുമ്പോൾ കുറച്ച് നേരം പറ്റുന്നുണ്ട്. പക്ഷെ ഇത് പെട്ടെന്ന് തന്നെ അച്ചാർ ഉണ്ടാക്കിയിട്ട് കൊടുക്കേണ്ടത് ഉള്ളത് കൊണ്ട് മുറിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുണ്ട്. കാരണം നല്ല പച്ച മാങ്ങ കേട്ടോ, അടിപൊളി മാങ്ങയ്ക്കും. മാങ്ങൻ്റെ ഇല്ല അണ്ടി എന്ന് പറയുന്നില്ലേ, ആ ഭാഗമൊന്നും ഇല്ലേ ഇല്ല കേട്ടോ. കാരണം വെച്ചെങ്കിൽ അധികം മാങ്ങ തന്നെ ഉണ്ടായിരുന്നു. നല്ല ഇറച്ചി നിറഞ്ഞ മാങ്ങയാണ്. വലിയ മാങ്ങ ആയതുകൊണ്ട് കുറേ വേസ്റ്റ് ആയിട്ടില്ല. അങ്ങനെ ഞാൻ മാങ്ങനില്ലേ കുറേ പീസാക്കി ചെറിയ പീസാക്കിയിട്ട് എല്ലാ മാങ്ങേനും മുറിച്ചിട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു അടിപൊളി അച്ചാർ കേട്ടോ. ഇത് ഞാൻ കുറേ ഒരു 10, 18, 20 കിലോ വരെ അച്ചാർ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ 2.5 കിലോ മാങ്ങ മാത്രമാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഒരു 5-8 കിലോ ഞാൻ ഒന്നിച്ചാണ് മാങ്ങ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒന്ന് കുറേ മുറിക്കുമ്പോൾ ബുദ്ധിമുട്ടാകുന്നുണ്ട്. അപ്പോൾ കുറച്ച് ആവശ്യത്തിനനുസരിച്ചിട്ട് മാത്രം ഞാൻ അച്ചാർ ഇടലാണ്. അപ്പോൾ 1 കിലോ അച്ചാറിന് 300 രൂപക്കാണ് ഞാൻ കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഞാനിത് വേറൊരു ഓർഡർ ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് എനിക്കാകെ 2 കിലോ അച്ചാറിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറച്ചും കൂടി അധികം ഞാൻ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് മുളക് മുളക് ഈത്തപ്പഴമൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. എൻ്റെ മാങ്ങ എല്ലാം മുറിച്ചിട്ടായിട്ടുണ്ട് കേട്ടോ. ഒരു പാത്രത്തിൽ 3/4 വരെ ആയിട്ടുണ്ട്. 3 കിലോന് ഉള്ള പാത്രമാണിത്. അതിൽ 3/4 വരെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് വിനാഗിരി, സിർക്ക എന്ന് പറയും നമ്മൾ കാസർഗോട്ടാൾ, വിനാഗിരിനെ നമ്മൾ ഒഴിച്ചിട്ട് വെക്കാം. ഒരു 1/4 കുപ്പിയാണ് ഞാൻ വിനാഗിരി വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു മണിക്കൂർ നല്ല പങ്ങല മെൽറ്റാക്കാൻ വേണ്ടിയിട്ട് വെക്കട്ടെ. ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ 1 മണിക്കൂർ വെക്കണം. ഇത് ഒരു ദിവസം മുന്നേ രാത്രിയെല്ലാം ഇങ്ങനെ ഇട്ടിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം അരച്ച് കൂട്ടിയെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. കാരണം എനിക്ക് പെട്ടെന്ന് കൊടുക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇത് പെട്ടെന്ന് ഉണ്ടാക്കി വെച്ചത്. എല്ലാം മുളകിലിട്ടിട്ട് അങ്ങനെ വെച്ചാണ്. അപ്പോൾ അങ്ങനെ മിക്സിയിൽ അരച്ചെടുത്തിന് കേട്ടോ. നല്ല നൈസായിട്ട് അരിഞ്ഞെടുക്കും. മിക്സിയിൽ ഇപ്പോൾ അരിയോ എന്ന് ചോദിച്ചാൽ നല്ല നൈസായിട്ട് തന്നെ മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ തൈയിലിട്ട വെള്ളമില്ല, സിർക്കൻ്റെ വെള്ളം, ഇത് കൂട്ടിയിട്ടാണ് കേട്ടോ ഞാൻ അരച്ചെടുക്കുന്നുള്ളത്. വേറെ വെള്ളമൊന്നും കൂട്ടിയിട്ടാണ്. കാരണം എന്താ വെച്ചെങ്കിൽ ഈ അച്ചാറിലേക്ക് നമ്മൾ സാധാരണ വെള്ളം കൂട്ടിയെങ്കിൽ അച്ചാറിൻ്റെ ടേസ്റ്റ് പോവും, മണം വേറെ സ്മെല്ലെല്ലാം വരും. അപ്പോൾ അതുകൊണ്ട് അച്ചാറിലേക്ക് ഞാൻ വേറെ വെള്ളം ഒഴിക്കലില്ല കേട്ടോ. ഈ വെള്ളത്തിൽ മാത്രമാണ് അച്ചാർ. അതാ കണ്ടില്ലേ, നൈസായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പൊടിയിലും ഉണ്ടാക്കലുണ്ട് കേട്ടോ. ഇപ്പം എൻ്റെ അടുത്ത് പൊടി ഉണ്ടായിട്ട് പൊടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് അരച്ചിട്ട് അച്ചാറിടാമെന്ന് വെച്ച്. പിന്നെ കുറേ ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ അരച്ചിട്ട് അച്ചാറിനൊന്ന് കാണിച്ചു തരുമെന്ന്. അപ്പോൾ നിങ്ങൾക്കിത് കാണിച്ചു തരാൻ കൂടിയായി എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അച്ചാറിന് കുറേ ഓർഡർ ഉണ്ട് കേട്ടോ. കാരണം നമ്മളിപ്പോൾ ഗൾഫിലേക്കൊന്നും കൊടുത്തു വിടാൻ പറ്റുന്നില്ല എന്നാണ് തോന്നുന്നത്. എന്നാലും നാട്ടിൽ തന്നെ കുറേ ഓർഡർ ഉണ്ട് അച്ചാറിന്. അപ്പോൾ അതിലേക്ക് മുളകെല്ലാം ഇട്ട് വെച്ചിട്ടായി. ഇനി നമുക്ക് ഈത്തപ്പഴം ഇതുപോലെ മിക്സിയിൽ നല്ല നൈസായിട്ട് അരച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ അരച്ച് കിട്ടുന്നുണ്ട് ഇതെല്ലാം. ഈ പരുവത്തിലിട്ടാണ് ഈത്തപ്പഴം അരച്ചെടുക്കേണ്ടത്. ഇതും മിക്സിയിൽ അരച്ചെടുത്തിട്ട് നമ്മളെ ഈ മാങ്ങ മുകളിലിട്ട് വെച്ച കൂട്ടിലേക്ക് ഇതിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യട്ടോ. ഇത് ഒരു ദിവസം മുന്നേ മാങ്ങ ഉപ്പിലിട്ടിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം ഇത് അരച്ച് കുട്ടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇത് ഞാൻ എല്ലാം സെയിം ഡേ തന്നെ ആയതുകൊണ്ട് എല്ലാം സെറ്റായി കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. പിന്നെ ഞാൻ കായ ഇടലുണ്ടായിട്ട് അച്ചാറിലേക്ക് എല്ലാവരും ചോദിച്ചിരുന്നു, കായ ഇടലില്ലേ, കായ ഇടാണ്ട് എന്ത് അച്ചാറെന്ന്. അങ്ങനെ എല്ലാവരും റിക്വസ്റ്റ് പ്രകാരം ഞാൻ കുറച്ച്, എനിക്ക് ഇടാൻ എങ്ങനെയെന്ന് അറിയില്ല കേട്ടോ, കുറച്ച് ഒരു 1/4 ടീസ്പൂൺ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ടേസ്റ്റ് എന്തെന്ന് കൂടി എനിക്കറിയില്ല. പൊട്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ അറിയുന്നവർ, ഈ കായ ഇടുന്നതിനുള്ള ഉപയോഗം എന്തെന്ന്. പേർക്ക് ഞാൻ കായ വാങ്ങിയിട്ടേ ഉണ്ടല്ലോ, ഫസ്റ്റ് ടൈമാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ സെറ്റാകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടെന്ന് തുറന്ന് നോക്കാമെന്ന് വെച്ചിട്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിന് കലം പോർന്നിട്ട് അതിലേക്ക് ഒഴിക്കണമല്ലോ. അങ്ങനെ കടുവും വെളുത്തുള്ളിയും ഞാൻ കഴിഞ്ഞ അച്ചാറിലേക്ക് ഉലുവ ഇട്ടായിരുന്നു. കുറേ പേര് പറഞ്ഞു ഉലുവ പൊടിച്ചിട്ടിടണം, ഇടിയിട്ടാൽ അത് കഴിക്കൂലേന്ന് ചോദിച്ചായിരുന്നു. പക്ഷെ ഞാൻ ഇതിൽ ഉലുവയെ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. സാധാരണ നോർമൽ എണ്ണയിൽ തന്നെ, രുചി ഗോൾഡില്ല എണ്ണയിൽ തന്നെ ഇട്ട് ഞാൻ കലം പുറന്നിട്ടുള്ളത്. വെളുത്തുള്ളി, കറിവേപ്പില, കടുക് ഇത്ര മാത്രം ഇട്ടിട്ട് നല്ല പല കടു പൊട്ടിച്ചെടുത്തിട്ട് നമ്മൾ അച്ചാറാക്കി വെച്ചില്ലേ ആ ബാറ്ററിലേക്ക് ഇത് നമ്മൾ ഒഴിച്ച് കൊടുക്കലാണ്.
ഇപ്പോൾ കണ്ടില്ലേ, കാരണം നേരത്തെ ഇട്ടനാട്ടിയും കുറച്ച് വെള്ളമെല്ലാം ഇതിൽ എളിയിട്ട് വന്നിട്ടുണ്ട്. നേരത്തെ ഇട്ട ആ സ്ഥലത്തിൽ നല്ല ലൂസായിട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റി അച്ചാറാട്ടോ. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. കുറേ ആൾ ഞാൻ ഉണ്ടാക്കിയിട്ട് അതുപോലെ ട്രൈ ചെയ്ത് നോക്കി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഇനിയും ആക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. അടിപൊളി അച്ചാറിട്ടാ. അങ്ങനെയെല്ലാം കഴിഞ്ഞിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് പേക്കാക്കുന്നത്. കാരണം എനിക്കിത് പെട്ടെന്ന് കൊടുത്തു വിടുന്നത് കൊണ്ട് ഞാൻ പാക്കറ്റ് ആക്കാതിരിക്കാൻ വഴിയില്ല. അല്ലാണ്ട് ഇതിങ്ങനെ ഒരു ദിവസം ഫുൾ അടിച്ച് വെച്ചാലില്ലേ നല്ല ടേസ്റ്റ് ആവട്ടെ, തുറക്കാതെ വെച്ചാൽ. അച്ചാറിലാക്കി വെച്ചില്ലേ ഒരു 2-3 ദിവസമെല്ലാം കഴിഞ്ഞിട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കണം കേട്ടോ. കാരണം പെട്ടെന്നാക്കിയെങ്കിൽ അതിൻ്റെ മുളക്, ഉപ്പ് അതെല്ലാം ഒന്ന് പിടിച്ച് കിട്ടൂല, മാങ്ങക്കയിലേക്കെല്ലാം ഒന്ന് സെറ്റായി കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് ഇത് പെട്ടെന്ന് വേണമെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ് പെട്ടെന്ന് ഇപ്പോൾ ഇട്ടിട്ട് ഇന്ന് തന്നെ ഇടുന്നത് പ്രശ്നമില്ല, 2 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ കൂട്ടാൻ നിങ്ങൾ ഒന്ന് ആക്കി തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ ബാക്കിയുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണം കൂടി എനേബിൾ ചെയ്യുക. പിന്നെ എന്നോട് കുറേ ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കടുക് അരച്ചിട്ടുള്ള അച്ചാറൊന്നും ഇട്ട് കാണിച്ചു തരുമെന്ന്. അപ്പോൾ അതും കൂടി ചെയ്യുക. ഇതിനാണ് ഇപ്പോൾ കൂടുതൽ ഓർഡർ ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതന്നെ ഇപ്പോൾ ഇട്ട് വീണ്ടും ഞാൻ ഇട്ടത്. ഇതിന് മുന്നേ ഒരു 5 കിലോ മാങ്ങ ഇട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ മുന്നേ സെയിം അച്ചാറായതുകൊണ്ട് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ ഞാൻ മുന്നേ പേക്ക് ചെയ്തിരുന്ന 1/2 കിലോൻ്റെ പാക്കറ്റാണ്. ഇത് 1/4 കിലോ 250 ഗ്രാമിൻ്റെ പേക്കാക്കിയിട്ടാണ് ഞാൻ വെക്കുന്നുള്ളത്. അപ്പോൾ 1/2 കിലോ മണ്ണാക്കി 2 പാക്കറ്റ് ആക്കിയിട്ട് അങ്ങനെ കൊടുക്കാമെന്ന് വെച്ചിട്ട്. അപ്പോൾ അതാകുമ്പോൾ എനിക്ക് പാക്കറ്റ് ആക്കാനും കുറച്ചും കൂടി ഈസി ആകുന്നുണ്ട്. 1/2 കിലോ എല്ലാം ആകുമ്പോൾ 1/2 കിലോൻ്റെ കവറിൽ 1/2 കിലോനെ കറക്റ്റായിട്ട് ആകുമ്പോൾ ഇങ്ങനെ ഫുള്ളായിട്ട് ടൈറ്റായിട്ട് റബ്ബർ ഇടാനൊന്നും പറ്റാത്തൊരവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ 1/4 കിലോൻ്റെ പാക്കറ്റ് എല്ലാം സെറ്റാക്കിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളി അച്ചാറാട്ടോ. നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ആവശ്യമുള്ളവർ ഓർഡർ ചെയ്യാം കേട്ടോ. 1 കിലോന് 300 രൂപയാണ് അച്ചാറിന് വരുന്നുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ ഇന്നത്തെ വീഡിയോ ഫുള്ളായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആരും സ്കിപ്പ് ചെയ്യരുത്. അന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ വീഡിയോ ഫുള്ള് കണ്ടാൽ മാത്രമേ ഞാൻ ഇടുന്നത് എങ്ങനെ എന്തെന്ന് മനസ്സിലാവുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ കുറേ പേര് ഉണ്ടാക്കിയിട്ടുണ്ട്, അതുപോലെ ആയിട്ടുണ്ടെന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സന്തോഷം കേട്ടോ. ഇത് മുളക് പൊടിയിലും ഉണ്ടാക്കാം, അരച്ചിട്ടും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അത് മുന്നേ മുളക് പൊടിയിലിട്ടത് കൊണ്ട് ഞാനിത് അരച്ചിട്ടുള്ള വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇട്ടിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ പാക്കിംഗ് എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2.5 കിലോന് അച്ചാർ മാങ്ങ വാങ്ങിയതിൽ എനിക്ക് 3.5 കിലോ വരെ അച്ചാറായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനതിൽ ഇപ്പോൾ 3 കിലോന് അച്ചാർ എടുത്തിട്ടുണ്ട്. 1/2 കിലോൻ്റെ എനിക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തായിരുന്നു. 3 കിലോ അച്ചാർ ഞാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. 2 കിലോ അർജൻറ്റ് വേണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ റെഡിയാക്കി എടുത്തത്. ഇപ്പോൾ ഇതിങ്ങനെ വെളുത്തിട്ട് കാണുമ്പോൾ വിചാരിക്കുന്നത് എന്താ ഇങ്ങനെയാണ്, പക്ഷേ അത് പെട്ടെന്ന് തന്നെ ഇട്ടത് കൊണ്ടാണ്. ഇത് സെറ്റായിട്ട് മുളകെല്ലാം പൊടിച്ച് സെറ്റായിട്ടാകുമ്പോൾ അടിപൊളി അച്ചാറാട്ടെ ഇത് ഉണ്ടാകുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരേക്കും ബൈ ബൈ.